മുൻകാലങ്ങളെ പ്രവർത്തനങ്ങളെ അപേക്ഷിച്ച് ഈ കാലങ്ങളിൽ ഞങ്ങൾക്ക് നല്ല രീതിയിൽ അജൈവ മാലിന്യ സംസ്കരണവുമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് വാർഡ് കളക്ഷൻ തന്നെ 5 ദിവസം കൊണ്ട് പൂർത്തീകരിച്ച് ബാക്കിയുള്ള 5 ദിവസം കൊണ്ട് തന്നെ നമുക്ക് സെഗ്രിഗേഷൻ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്ത് അജൈവ മാലിന്യം കൃത്യമായി തന്നെ CKCക്ക് കൈമാറാൻ സാധിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു ചിട്ടയായ പ്രവർത്തനം കൊണ്ട് ഞങ്ങൾക്ക് മുൻകാലങ്ങളെ അപേക്ഷിച്ച് നല്ല ഒരു നേട്ടം കൈവരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ശമ്പളം തന്നെ അംഗങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഏകദേശം 1000 പുറത്ത് ശമ്പളം പെർ ഡേ സാലറി കണക്കാക്കുമ്പോൾ ഒരംഗത്തിന് 1000 രൂപയിൽ പുറത്ത്. നേരത്തെ നമുക്ക് 500 രൂപയ്ക്കകത്തുള്ള വരുമാനമാണ് ഒരു ദിവസം കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 1000 രൂപയിൽ പുറത്ത് ഒരംഗത്തിന് കൃത്യമായിട്ട് അതും 1-ാം തീയതി തന്നെ നമുക്ക് അംഗങ്ങൾക്ക് കൃത്യമായിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് സാലറി കൈമാറാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ചിട്ടയായ പ്രവർത്തനം കൊണ്ട് തന്നെ ഹരിത കേരള പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് മാലിന്യ സംസ്കരണത്തിൽ കൊട്ടാരക്കര നഗരസഭയ്ക്ക് 1-ാം സ്ഥാനം കൈവരിക്കുന്നതിന് ഞങ്ങൾക്ക് സുസ്ഥിരമായ ഒരു പങ്ക് വഹിക്കാനും ഞങ്ങളെക്കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾ ഏറെ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. എല്ലാ മാസവും 2-ാം തീയതി ആയിരിക്കും ഞങ്ങൾ കളക്ഷൻ ആരംഭിക്കുന്നത്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തന്നെ ഓരോ വാർഡിലും കളക്ഷൻ തുടങ്ങും. പ്ലാസ്റ്റിക് കളക്ട് ചെയ്ത് 10-ാം തീയതിക്കകത്ത് വെച്ച് കളക്ഷൻ കഴിയും. അത് കഴിഞ്ഞിട്ട് 5 ദിവസം MCFൽ സെഗ്രിഗേഷൻ ആയിരിക്കും. സെഗ്രിഗേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ജോലി കഴിയും. 13-15 ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ ജോലി കഴിയും. പിന്നെ കുപ്പിച്ചില്ലുകൾ എടുക്കുന്നത് തന്നെ നമ്മുടെ മാസത്തിലെ 3 മാസം കൂടുമ്പോഴായിരിക്കും. ചിലപ്പോൾ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച നോക്കി കുപ്പിച്ചില്ലുകളും മിനി MCFകൾ 20 മിനി MCFകളുണ്ട് കൊട്ടാരക്കര നഗരസഭയിൽ. അവിടെ കുപ്പിച്ചില്ലുകൾ കളക്ട് ചെയ്യും. അത് നമ്മൾ നമ്മുടെ വണ്ടിയിൽ തന്നെ അത് MCFലേക്ക് മാറ്റുകയും ചെയ്യും. ഇപ്പം കൊട്ടാരക്കര നഗരസഭയിൽ 29 വാർഡുകളിലായിട്ട് 58 പേര് നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ 58 പേരും സെഗ്രിഗേഷനും ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ MCFലെ പ്രവർത്തനത്തിനും എല്ലാവരും ഒരേപോലെ തന്നെ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാകുന്നുണ്ട്. അജൈവ മാലിന്യമാണ് വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് കുപ്പികൾ കാണും. പ്ലാസ്റ്റിക് പലതരത്തിലുള്ള പ്ലാസ്റ്റിക് ഉണ്ട്. അതിൽ നമുക്ക് CKC ക്ലീൻ കേരള കമ്പനിക്കാണ് നമ്മൾ പ്ലാസ്റ്റിക് കൈമാറുന്നത്. അപ്പോൾ ആ കമ്പനിക്ക് കൊടുക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കുകൾ തരംതിരിച്ച് ഒരു ദിവസം ഇത്ര kg ഉണ്ട്, ഞങ്ങൾക്ക് 40 kg തരംതിരിക്കണം. അത് തരംതിരിച്ചിട്ട് മാറ്റി വയ്ക്കും. ക്ലീൻ കേരള കമ്പനിക്കാർ വന്ന് അത് കൊണ്ടുപോകും. അതിന് ഓരോന്നിനും ഓരോ ഐറ്റത്തിനും വിലയിട്ട് ഞങ്ങൾക്ക് തരും. CKCയുടെ പൈസയല്ല നമ്മുടെ ഈ സെഗ്രിഗേഷൻ കഴിഞ്ഞുള്ള ശേഷമുള്ള ഈ പ്ലാസ്റ്റിക്കിൻ്റെ CKCയുടെ പൈസയെല്ലാം നമ്മുടെ കൺസോഷ്യം അക്കൗണ്ടിലേക്ക്, എല്ലാ പൈസയും നമ്മുടെ കളക്ഷൻ്റെ ആയാലും എല്ലാം കൺസോഷ്യം അക്കൗണ്ടിലേക്കാണ് വരുന്നത്. ആ കൺസോഷ്യം അക്കൗണ്ടിൽ നിന്ന് നമ്മൾ മാസത്തിലത് എല്ലാവർക്കും വേതനമായിട്ട് വീതിച്ചു കൊടുക്കും. ഹരിതകർമ്മസേനയെ സ്വയം പര്യാപ്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ഹരിത സഹായ സ്ഥാപനമായ IRTCയുടെ കോർഡിനേറ്റർമാരാണ് ഞങ്ങളിവിടെ ഇവരുടെ പ്രവർത്തനം കൺസോഷ്യമായിട്ട് തിരിച്ച് അവരുടെ പ്രവർത്തനത്തെ ഇവരെ കൂടുതൽ മെച്ചപ്പെടുത്തുക, അവരെ കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അഭിമാനകരമായ നേട്ടം കൊട്ടാരക്കര നഗരസഭയ്ക്ക് കൈവരിക്കാൻ സാധിച്ചതിൽ ഞങ്ങളുടെ കൊട്ടാരക്കര നഗരസഭ ചെയർമാൻ, ബഹുമാനപ്പെട്ട സെക്രട്ടറി, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, പ്രധാനമായിട്ടും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, ഈ ഹരിതകർമ്മസേനയുടെ ചുമതല വഹിക്കുന്ന നിർവ്വഹണ ഉദ്യോഗസ്ഥനായ ശ്രീ ബെനിൻ ജോൺ സാറ്, ഇവരുടെയൊക്കെ സപ്പോർട്ടോട് കൂടി തന്നെയാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലൊരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത്.